കോഴിക്കോട് താമരശ്ശേരിയിൽ പുതുവത്സര ദിനത്തിൽ 34-കാരി എന്തിന് ആത്മഹത്യ ചെയ്തു? ഹസ്നയുടെ മരണത്തിൽ ബന്ധുക്കൾ സംശയമുന്നയിക്കുന്നത് എന്തിന്? ഒപ്പം താമസിച്ചിരുന്ന 29-കാരൻ ആദിലിന് ഹസ്നയുടെ മരണത്തിൽ പങ്കുണ്ടോ? ഹസ്നയുടെ ഓഡിയോ പുറത്തു വരുമ്പോൾ മരണത്തിൽ സംശയം ബലപ്പെടുകയാണ്. വിവാഹമോചിതയായ ഹസ്ന 8 മാസമായി ആദിലിനൊപ്പം ഫ്ളാറ്റിൽ താമസമായിരുന്നു. ഹസ്നയ്ക്ക് ആദ്യ വിവാഹത്തിൽ 3 മക്കളുണ്ട്. അവരെ വിട്ടാണ് ആദിലിനൊപ്പം താമസമാക്കിയത്. ആദിലിന്റെ സ്വഭാവം വൈകിയാണ് ഹസ്ന മനസ്സിലാക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ക്രിമിനൽ ബന്ധമുള്ള ആളാണ് ഇയാളെന്ന് മനസ്സിലാക്കിയ ഹസ്ന വീട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചിരുന്നു. മയക്കുമരുന്നിടപാടുള്ളയാളാണ് ആദിലെന്നും അയാൾക്ക് ഹസ്ന അയച്ച ഓഡിയോ സന്ദേശത്തിൽ ഇത് വ്യക്തമാണെന്നും ബന്ധുക്കൾ പറയുന്നു. മയക്കുമരുന്നിടപാട് പുറത്തു പറയുമെന്ന് ഓഡിയോ സന്ദേശത്തിൽ ആദിലിനോട് ഹസ്ന പറയുന്നുണ്ട്. ഹസ്നയുടെ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും ആയിക്കൂലേ. ഞാൻ സത്യം പറയാ, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില. പോലീസ് സ്റ്റേഷനിടെ നിന്നല്ല എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. ദുരൂഹത ഏറുകയാണ്. ഹസ്ന പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം വേണം. സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമെന്ന് ഹസ്ന പറഞ്ഞ തെളിവുകൾ എന്താണ്? കൊടിസുനി മുതൽ ശിബു വരെ കുടുങ്ങും എന്ന് ഹസ്ന ഉദ്ദേശിച്ചത് എന്താണ്? പോലീസിന്റെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന മുന്നറിയിപ്പ് നൽകിയത് എന്ത്? ആദിലിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ ഹസ്ന നിസ്സഹായയായി എന്ന ഓഡിയോയിൽ വ്യക്തം. ഹസ്നയുടേത് ആത്മഹത്യയോ അതോ കൊലപാതകമോ? അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും ആയിക്കൂലേ. ഞാൻ സത്യം പറയാ, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില. പോലീസ് സ്റ്റേഷനിടെ നിന്നല്ല എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. ഉമ്മയെ വിളിച്ചതിന്റെ പിറ്റേന്നാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അവസാനം ഉമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ആദിലാണ്. ഹസ്നയ്ക്ക് സുഖമില്ലെന്ന് ആദിൽ പറഞ്ഞു. പിന്നീട് ഫോൺ ചെയ്ത് ആത്മഹത്യ ചെയ്തെന്നറിയിച്ചു. മരണത്തിൽ അടിമുടി ദുരൂഹത സംശയിക്കുന്നു ബന്ധുക്കൾ. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലാണ് ഈ വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ആദിലിനൊപ്പം പോയ ഹസ്ന തിരികെ വരാനൊരുങ്ങിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു.